പൂച്ചയല്ല ഇവിടെ ഇങ്ങനത്തെ രണ്ട് കാടൻ പൂച്ച നമ്മളെ ഫ്ലാറ്റിലൊക്കെ ഉണ്ടായാലോ കേട്ടോ 100 ജീരോ പറഞ്ഞേക്ക് 60 റുപ്യ ഇട്ടിട്ടുണ്ട്. വെള്ളം കുഞ്ഞു കൊണ്ടുവന്നില്ലേ മാങ്ങ? അതങ്ങനെ മുഴുകൂല തിരി തിരി കളിക്കും ഇതെല്ലാം പറഞ്ഞ നല്ല കാലാവസ്ഥ കേട്ടോ. ഇന്നലെ മഴയൊക്കെ പെയ്ത്. ഹലോ, അപ്പൊ ഇതാ നല്ല വൈകുന്നേരം കേട്ടോ, നല്ല മഴക്കാറുണ്ട്. ഇതെവിടുന്നാ മാങ്ങ കിട്ടിയേ? ഇതാ മഴത്താള്. എവിടുന്ന് എറിഞ്ഞിട്ടല്ലോ? എറിഞ്ഞിട്ടതാ? ഉളോറ് മാങ്ങ മൂത്ത് വരുന്നാളൂ അല്ലേ? അങ്ങോട്ടല്ല മാങ്ങയും നോക്കി ഇങ്ങനെ നിക്കുക. അപ്പുറത്തെ വീട് വേറെ ആളും കൂടി വരുന്നുണ്ട്. അതാ ഇന്ന് പേപ്പറൊക്കെ വിറ്റ വകയില് ഒരു 20 റുപ്യ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടാൾക്ക് 10 വെച്ച് കൊടുത്തതിന്റെ മുട്ടായി വാങ്ങാൻ പോയതാ. എന്തൊക്കെയോ വാങ്ങി വന്നിട്ടുണ്ട്. എന്തായത്? അതെന്താ സാധനം? ആക്രി സാധനം വിറ്റിട്ടാന്നല്ലോ പൈസ കിട്ടിയത്. ആക്രി സാധനം വിറ്റിട്ട് പുളിപ്പൊടി. പണ്ട് പണ്ടേ ഉള്ള പുളിപ്പൊടിയാണ് കാണിച്ചു. പുളിപ്പൊടി പുളിപ്പൊടി വാങ്ങിയിട്ടുണ്ട്. ഉള്ള 10 റുപ്യക്ക് ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങി. മീൻ മുറിക്കട്ടെ. അപ്പൊ ദേവു ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ, ദേവു വരുന്നുണ്ട് കേട്ടോ. അപ്പം 5 ദിവസത്തെ ലീവിന് വരിക. ലീവ് ഉണ്ട് കാരണം പോർഷൻസ് എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി 5 ദിവസത്തെ ലീവ്. അങ്ങനെയാ ലീവ് കൊടുക്കുന്നുണ്ട്, പിന്നെ കൊടുക്കൂല പറഞ്ഞേ. പിന്നെ പറഞ്ഞേ അപ്പോൾ ഇപ്പൊ ഏകദേശം പാഠങ്ങളൊക്കെ കഴിഞ്ഞതിനെ കൊണ്ട് ഒരു 5 ദിവസത്തെ ലീവ്. 28-ാം തീയതി 21-ാം തീയതി പോകണം. അപ്പം നമ്മളെ ചോറിന് മീനുണ്ട്, മത്തിയുണ്ട്, അയിലുണ്ട്. മുറിക്കട്ടെ. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പറഞ്ഞു. എല്ലാരും പ്രാർത്ഥിക്കണം കുഞ്ഞുനും സിദ്ധുവിനും USS കിട്ടാൻ വേണ്ടി. പൂച്ച വന്നിക്കുന്ന കേട്ടിട്ടുണ്ടായില്ലേ? ഇവിടെ പൂച്ചയല്ല, ഇവിടെ ഇങ്ങനത്തെ രണ്ട് കാടൻ പൂച്ച. വലിയ കറുത്ത കാടൻ പൂച്ച, ഒരു ചെറിയ ചുവപ്പ് കാടൻ പൂച്ച. പിന്നെ ഈ കുഞ്ഞമത്തി നല്ലോണം ഇതാക്കാന്നാട്ടോ വിചാരിക്കുന്നേ. കുരുമുളക് ഇട്ടിട്ട് കുരുമുളക് പൊടിച്ചിട്ടില്ല. നിങ്ങളൊന്ന് പൊടിച്ചേരണേ. കുരുമുളകുണ്ട്. പക്ഷെ മിക്സിന്റെ ജാറ് എന്നാടോ തലയിൽ കൈവച്ച് ആലോചിക്കുന്നേ സിദ്ധു? മത്തിന്റെ ഒക്കെ മാതിരി ആയാൽ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടപ്പാട്. മത്തി മാതിരിയാന്ന് ഒരു അലസവും ഇല്ലാന്നൊക്കെ ഓമ്പി കളിക്കുന്നത്. അപ്പൊ നാളെ പരീക്ഷ അതിന്റെ കൊണ്ട് തലയിൽ അരച്ചു. USS ആണ്, LSS ആണ്, ഒന്നും കേറിയിട്ടില്ല. പഠിച്ചിക്കാ പഠിച്ചിട്ടീന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോ ഒരു ക്ലാസ് നാളെ അറിയാം. മറ്റോര് പിന്നെ ഇന്ന് ലീവ് ആയതിനെ കൊണ്ട് കുഴപ്പമില്ല. നാളെ 3 മണി വരെ കേട്ടോ. 3 മണി വരെ. നാളെ 3:30 വരെ ഇല്ലേ? 2 സെറ്റ് ആയിട്ടാ USS. നിങ്ങൾക്ക് അത്ര ഉണ്ടാവില്ല. എന്താ ഇവരില്ല 3:30 വരെ സഹിച്ചേട്ടാ? ഉണ്ട്, 2:00 വരെ. 3:30 വരെ എക്സാം ഉണ്ട്. 3:30 വരെ കഴിഞ്ഞിട്ടല്ലേ വിടുന്ന് പറഞ്ഞേ അല്ലേ? ചോറുണ്ടോ? ചോറിന്റെ കാര്യം അത് വിട്ടു. നാളെ പരീക്ഷയല്ല, എന്തായി കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറുണ്ടാവും. അതൊക്കെയാ വേഗം. ഇപ്പൊ നാളെ എന്തായി ചിക്കൻ കറി ഞാൻ ആന്നയിക്കുന്നൊക്കെ ഇനിയിപ്പോ വേഗം എന്താ പറയാ ലാസ്റ്റ് നടക്കുക. അവസാന ക്വസ്റ്റ്യൻസ് ഒക്കെ ആടെ എക്കട്ടെ എന്ന് വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ ചോറ് എന്നിട്ട് വന്നിട്ട് ബാക്കിയതാ. കുഞ്ഞുവിനെ വിളിക്കുന്നുണ്ട് നീഹലെ. ഫുള്ളും കളി തന്നെ കളി. എണീറ്റ് പോന്നാ അടുത്ത. ഇത് നിറഞ്ഞിക്കല്ലോ. അതാ പ്ലാസ്റ്റിക് കവറുകളാട്ടോ ഇത്. ഇതോടെ കൊണ്ടുപോയി ഇടണം.
പ്ലാസ്റ്റിക് കവർ ഇതാണ് നമ്മളെ ഫ്ലാറ്റിലൊക്കെ ഉണ്ടായാലല്ലോ. പക്ഷേ ഈ പ്ലാസ്റ്റിക് കവറുകളെല്ലാ സാധനം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഹരിതകർമ്മസേന വരും ഒരു കൊടുക്കാൻ. ഒരുവിധം നല്ലോണം അറിയിക്കല്ലോ സതീഷേട്ടാ. ബീനേജ് തന്നല്ലേ ഇത്? ഇത് ബീനേജ് തന്നാട്ടോ നമ്മളെ എന്റെ ഏട്ടന്റെ ഭാര്യ, മൂത്തേട്ടന്റെ ഭാര്യ. കൊറേ എത്രയായി? കൊറേ അന്ന് എനിക്ക് തോന്നുന്നു കുരുമുളകിന് എന്താ പൈസ അല്ലേ? ഭയങ്കര വിഷയല്ലേ അന്ന്. മൂപ്പര് തന്നേനെ കൊണ്ട് ഇപ്പോഴും സമാധാനം. വാങ്ങലില്ല. ഇതാണ്ടോ ഞാൻ വാങ്ങിയ ചീരോ പറങ്ങി കണ്ടോ നിങ്ങള്? ഇതിനിതാ ഞാൻ 30 ഉറുപ്പ്യ എടുത്തു കേട്ടോ. 100 ചീരോ പറങ്ങിക്ക് 60 ഉറുപ്പ്യ. ചീരോ പറങ്കി എല്ലാം പറഞ്ഞാല് അത് വലിയ പ്രശ്നമുണ്ട്. പിന്നെ എന്താ പറഞ്ഞാല് പറ്റിക്കോളൂ. ഇത് മൂക്കാത്ത സാധനം മൊത്തം പറിച്ചിട്ടേ വെക്കും. അതെ അതെ, അതാണ് സത്യം. നമ്മള് വീട്ടിലുണ്ടാക്കിട്ടാക്കണം. പിന്നെ ആഗ്രഹം കൊണ്ട് ഇതാ കുഞ്ഞുവിന് കിട്ടിയ മാങ്ങ അതേപോലെ തന്നെ ഇതാ മുറിച്ച് റെഡിയാക്കി വെച്ച്. കുഞ്ഞു കേട്ടോ കത്തിക്കുന്നത്. എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് അതങ്ങനെ മുഴുകൂല. നിങ്ങൾ തിരിഞ്ഞ് കളിക്കൂ. ഇല്ല ഇല്ല, വേറെ മൂടി പറ്റുക. വേറെ എന്തെങ്കിലും അല്ല, വേറെ എന്തെങ്കിലും മൂടിയ. പിന്നെ അപ്പോഴത്തേക്ക് മുളകും മഞ്ഞളും ഒക്കെ ഇട്ട്, സോറി മുളകും ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് റെഡിയാക്കി വെക്കാൻ പറഞ്ഞതാ. വിളക്ക് കത്തിച്ചിട്ട് വരുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇനി നമുക്ക് മീൻ വെക്കണം, മീൻ വറക്കണം, ഇങ്ങനത്തെ കാര്യം ചെയ്യണം. ഞാൻ ആ പച്ചമുളക് ഒരു ശരിക്കും നല്ലൊരു പാത്രം ഇട്ടേച്ചാലോ. അത് ഇരിക്കട്ടെ. ഇത് ഇതിലേക്ക് ഇങ്ങനെ തണ്ട് ഇത്തിരി പണിയാ തണ്ട് നോക്കിയൊക്കെ. കുരുമുളക് അങ്ങോട്ട് എടുത്ത് വെച്ച് ഇതിലേക്ക് വെള്ളമാവില്ലേ? ഇപ്പം വേണം കേട്ടോ മത്തിക്ക്. പക്ഷെ ഈ തണ്ട് പോക്കി വെച്ചാല് നിൽക്കുന്ന് പറയുന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിപ്പോ നമ്മൾ എന്തായാലും ഞാൻ ഒരു കറിയിലും ഞാൻ ഇത് ഇടൂല. കാരണം എന്താന്ന് പറയാ, എല്ലാവർക്കും പച്ചക്ക് മറ്റേ തൈരിന്റെ പേരൊക്കെ പൊടിച്ച് കൂട്ടാനാ ഇഷ്ടം. അതായത് ഇങ്ങനെ പോക്കി വെച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ കുത്തിയിട്ട് കണ്ണിലേക്ക് വെച്ചപ്പോ ഭയങ്കര അത് ഇഞ്ചി മാത്രമാണ്. ഇഞ്ചിക്ക് നല്ല എരിവായിരിക്കും. അതിന് കൈ വെച്ചിട്ടാക്കി അത് ഇളകിയിട്ടല്ലാതെ ഇതെല്ലാം പറഞ്ഞിരുന്നു. ഇതിപ്പോ നിങ്ങളാ വിചാരിക്കുക. അതെ എനിക്കറിയാം. ഞാൻ വിചാരിച്ചിട്ടാണ് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുത്തിത്തരാം. ചിലപ്പോ പിന്നെ ഉണ്ടാക്കിയ 2 രൂപ ലേശം പൊടിച്ചത്. ഇതുപോലെ മുളക് ധാരാളം എന്താ ഇന്ന് ലാസ്റ്റ് ഇപ്പോഴാണ് ഇനി വരിക. 4 മണിയുടെ 5:30 ട്രെയിനാണ്. 9 മണിയൊക്കെ ആവും അല്ലേ? ഇതിലേക്ക് ആ അരച്ചിട്ട സാധനം കൂടി ചേർത്താൽ എങ്ങനെയാണ് അയില പൊരിക്കുന്നതിന്റെ ഒരു വെറൈറ്റി? എക്സ്പെരിമെന്റ് ഒന്നല്ല, കറിവേപ്പിലയും കൂടി പൊരിക്കുന്നവരുണ്ട് അല്ലേ? ഒന്നുകൂടി കുഞ്ഞി ചട്ടിയിലാണ് കുറച്ച് മത്തിയുള്ളൂ. അതാ പിന്നെ ഞാൻ വിചാരിച്ചേ മത്തി കുരുമുളക് ഇട്ടാക്കുന്നല്ലേ? ഉലുവെടുന്നുണ്ട്, പക്ഷെ ഉലുവെടുന്നില്ല. ഉലുവെടുന്നൂലുണ്ട്. ചെറിയുള്ളി, തക്കാളി തുടങ്ങിയൊക്കെ പോയി പഠിച്ചോ? ഇനി ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുവേ എവിട്ടോ മാങ്ങ. ഈ മാങ്ങ റെഡി ചെയ്ത് തരാം. അവിടെ വെയിറ്റ് ചെയ്യും. യൂണിഫോം വേണ്ടെന്ന് പറഞ്ഞേ. ചോറ് വേണം രാവിലെ. എല്ലാം ഞാൻ പറയുന്നതനുസരിച്ചാണ്. തീരെ കളറില്ല കേട്ടോ. പക്ഷെ എന്താ കാശ്മീരി മുളകില്ല. ഞാൻ അത് പറഞ്ഞോ എന്തായാലും ടേസ്റ്റ് ആക്കുന്ന ഭയങ്കര ടേസ്റ്റ് കടിക്കുന്നുണ്ടല്ലോ.
ആൾക്കാർ ഇതെല്ലാം കണ്ടിരിക്കും ഭയങ്കര ഇതെല്ലാം നമുക്കെല്ലാം അറിഞ്ഞൂടെ സംഭവം. അല്ല കുരുമുളക് ഇടുന്നതിനെ കൊണ്ടാണ് മുളക് പൊടി കുറച്ചത്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഇട്ടിക്ക്. ഇങ്ങനെ കാണുന്നവർ വിചാരിക്കും ഇത് എന്ത് വെള്ളമാണ്, ഇത് നല്ലോണം തിളച്ചിട്ടാ മത്തി ഇട്ടത്. കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അന്നേരമാണ് അതിന്റെ കളർ ഇടാൻ നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. പിന്നെ കുഞ്ഞ മത്തിയ അത് കണ്ടില്ലേ നിങ്ങളിതാ കണ്ടു കഴിക്കടാ. അപ്പൊ അത്രയും കുഞ്ഞനായനെ കൊണ്ട് ഇതിപ്പോഴേ ഇട്ട് എന്തായി പോവും, കുഞ്ഞമ്മത്തി തന്നെ കലങ്ങി പോവും. കുറച്ച് മതി. കുറച്ച് കുരുമുളക് ഇപ്പോഴേ പിള്ളേർക്ക് ചിലപ്പോൾ കഷ്ണം കൂട്ടൊന്നുമില്ല. പൊരിച്ചതിന്റെ കഷ്ണമാക്കി മതിയില്ല. ഇത് നല്ലോണം പറ്റും. കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. വെള്ളം രസം. ഉള്ളത് പറഞ്ഞോ. അതെ അതെ. നല്ലോണം പറ്റി വന്നിട്ടുണ്ട്. ഇപ്പാണ് ഇതിന്റെ ഒരു കളറായി വന്നു അല്ലേ. ഇതാണ് കുരുമുളക് വറ്റിച്ച കറി. പക്ഷെ ഇത് നല്ലോണം വറ്റണം. നല്ലോണം വറ്റി കഴിഞ്ഞാലാണ്. പക്ഷെ ഇതിപ്പോ അത് വേറെ കറി ഇല്ലാത്തതിനെ കൊണ്ട് കുറച്ച് നമ്മളെന്താക്കിയത് വെള്ളം വെച്ചിട്ട് ശരിയാകും. ഇപ്പൊ ടേസ്റ്റ് ഉണ്ട് അല്ലേ. ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ലേന്നോ. വരുന്നുണ്ട്. ഇനി നല്ലോണം തണുത്തോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇനി പൊരിക്കാം. മീൻ്റെ പരിപാടി നോക്കുന്നത് കഴിഞ്ഞിട്ട് മീനൊന്നും ചെയ്യണം. എനിക്കൊന്ന് കുളിക്കണം. ദേവുനെ കൂട്ടണമെങ്കിൽ 5:30 ട്രെയിനാണ് ഉള്ളിലോട് കയറിയ 8:30 9 മണിയാവും. 9 കാസർഗോഡ് കഴിഞ്ഞല്ലേ ഓരോ നേരത്തെ 9 നമ്മൾ കറിവേപ്പില കഴിക്കില്ലേ. പച്ചക്കറി എടുത്ത് വെച്ചിട്ടില്ല. അന്നേരം നോക്കിയിട്ട് എടുത്ത് വെക്കാം. ഇതാ അടുത്ത പണി. അതിനുശേഷം നമ്മൾ പച്ചക്കറി എടുത്ത് വെക്കുന്നതായിരിക്കും. പച്ചക്കറികൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. തക്കാളി 1 കിലോന് 10 റുപ്യ ഉള്ളു കേട്ടോ. 1 കിലോന് 10 റുപ്യ ഉള്ളു. പയറ് 30 റുപ്യ 530. കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്. അവിടെ കുറച്ച് പൈസ കുറവല്ലേ. ഒന്നിച്ച് അതിനോട് ഞാൻ ചോദിച്ചില്ല ഇതെന്തിനാ ഒന്നായിട്ട് വാങ്ങിയത്. അത് ചിലപ്പോ ഒന്നായിട്ട് കേട് പറ്റിക്കണ്ടേ കംപ്ലീറ്റ്. ഇനി എടുത്തു നോക്കുന്നേരം പറയണ്ടേ. 1 കിലോ മധുരക്കിഴങ്ങ് കേട്ടോ. അതിനെടെങ്കിലും ഒരു കേട് പറ്റിയാൽ മൊത്തം ഇതാവും. മുളക് പിടിക്കായിട്ടല്ലേ കേട്ടോ. ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരച്ചാല് പക്ഷേ തിന്നാനേ ടേസ്റ്റ്. കാണുന്നതിന്റെ ഇതൊന്നും കാണുന്നില്ല. മസാല എല്ലാം കൂടി ഉള്ള മസാലയാണല്ലോ. എല്ലാം നേട്ടം വെക്കുന്നുണ്ട്. കുഞ്ഞു കൊണ്ടുവന്നില്ലേ മാങ്ങ. നല്ല മാങ്ങ. പയറും നാളെ രാവിലെ കുഞ്ഞിന് ചോറ് വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രാവിലെ ചുറ്റേക്ക് പൊക്കാം. ഇപ്പൊ ഇതാ മത്തിക്കറി, അയില പൊരിച്ചത്, മാങ്ങ ഉപ്പിലിട്ടല്ല മുളക് കഴിച്ചത്, ചപ്പാത്തിയാണ്. ഞാൻ ചോറാട്ടോ തിന്നെ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എത്രയായിരുന്നു. എല്ലാവർക്കും ബൈ. ബൈ.